മുടി പൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല നീളം വയ്ക്കാൻ പറ്റിയൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഇത് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം, 1 സ്പൂണോളം ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂണോളം കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം വളരെ നല്ലതാണ് നമ്മളെ മുടിക്ക്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളതാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ 1-2 തവണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കുന്നത് കാണാം. മുടിയുടെ വളർച്ച നല്ല നീളം വയ്ക്കും. അത് സാധാരണ മുടി വളരുന്നതിൽ നിന്നും ഇരട്ടിയായിട്ടാണ് കേട്ടോ മുടിക്ക് നീളം വയ്ക്കുക. പിന്നെ താരനും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു രാത്രി മുഴുവനും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിറ്റേ ദിവസം ഇതാ നമ്മുടെ ഈ ഉലുവയും കരിജീരകമൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കഞ്ഞിവെള്ളം നല്ല കട്ടിയായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അധികം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. കഞ്ഞിവെള്ളം തണുപ്പാണ്. അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഇല പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ അരച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്കിത് പാക്കായിട്ട് മുടിയിൽ കുറച്ച് നേരം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുക. ഇനി ഇത് നല്ലോണം ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മളിത് തലയിലൊക്കെ തേച്ച് കഴുകിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി പോലെ കാണാം. ഇത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു ബൗൾ വെച്ചിട്ട് അത് ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതിനെ ഇനി ഒന്ന് അരിച്ചെടുത്ത് തരാം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാം. വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. മുടി പൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല നീളം വയ്ക്കാൻ പറ്റിയൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഇത് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം, 1 സ്പൂണോളം ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂണോളം കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം വളരെ നല്ലതാണ് നമ്മളെ മുടിക്ക്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളതാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ 1-2 തവണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കുന്നത് കാണാം. മുടിയുടെ വളർച്ച നല്ല നീളം വയ്ക്കും. അത് സാധാരണ മുടി വളരുന്നതിൽ നിന്നും ഇരട്ടി